ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമലയും മീരയും അനഘയും ഒക്കെ പഴങ്കഞ്ഞി കടയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുന്നത്. അയാൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഭക്ഷണം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആതിര പറയുന്നു, കൊള്ളാം, നല്ല കൈനീട്ടം, ഇനിയിപ്പോൾ ഇതുപോലെ ഭിക്ഷക്കാരായിരിക്കും കയറി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്താ മോളെ ചെയ്യുന്നത്? ആഹാരം ചോദിച്ച് വരുന്നവരോട് എങ്ങനെയാ ഇല്ലെന്ന് പറയുന്നത്? അകത്ത് പഴങ്കഞ്ഞി ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറ്റിയിരുത്തി കുറച്ച് കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ കമല പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ഉള്ളതെല്ലാം ഇങ്ങോട്ട് എടുത്തില്ലേ അമ്മേ? കൈനീട്ടം പോലും കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ ഇയാൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അനഘ പറയുന്നുണ്ട്, അമ്മാവ കുറച്ചങ്ങോട്ട് മാറിയിരിക്കാമോ? ആദ്യത്തെ കൈനീട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് അമ്മാവിന് കഴിക്കാൻ തരാം എന്നൊക്കെ അനഘ പറയുമ്പോൾ ഇപ്പോൾ കമല പറയുന്നുണ്ട്, അയാളൊരു ഊമയാണെന്ന് തോന്നുന്നു, അയാൾക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പണം മാത്രമല്ലല്ലോ പ്രധാനം എന്നും കമല പറയുന്നുണ്ട്. അമ്മേ, ഇതൊരു കച്ചവടമല്ലേ, ഇയാൾക്ക് കൊടുക്കാം, ആദ്യം മറ്റാരെങ്കിലും ഒന്ന് വന്നോട്ടെ എന്നൊക്കെ ഇപ്പം മീര പറയുന്നുണ്ട്. ആൻറ്റി വിഷമിക്കേണ്ട, കൈനീട്ടം കിട്ടിയിട്ട് കൊടുക്കാമെന്ന് അനഘയും പറയുന്നു. വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ഇറങ്ങാത്തത്. പറയുന്നത് കേൾക്ക്, കുറച്ച് സമയം അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് മീര അയാളോട് പറയുന്നുണ്ട്. അതെന്തിനാ ഏട്ടത്തി അയാളെ മാറ്റി നിർത്തുന്നത്? അയാൾക്ക് തന്നെ ആദ്യം കൊടുക്ക്. ഇവിടെ ആൾക്കൊന്നിന് മൺചട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് പൂട്ടുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഓരോന്ന് വിധം എടുത്ത് തെരുവിലേക്ക് ഇറങ്ങാം എന്നൊക്കെ ആതിര ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടിപ്പോൾ മീര പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 1 കോടി രൂപയാണ് നിനക്കൊക്കെ വേണ്ടി ഇവിടെ കുഴിച്ചിട്ടത് എന്നൊക്കെ മീര ഇങ്ങനെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ ഒന്ന് നിർത്ത്. ആതിരെ, നീ അതെടുത്തുകൊണ്ട് അപ്പുറത്തെങ്ങാനും പോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ എന്താ കുഴപ്പം? പണം കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മരമായി കാണും. ഏട്ടത്തി ആവശ്യത്തിന് അതിൽ നിന്ന് പറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ആതിര ഇപ്പോൾ മീരയോട് വഴക്കുണ്ടാക്കുകയാണ്. എന്നാൽ പിന്നെ നീയും കൂടെ വാ, നമുക്ക് പോയി ഒരുമിച്ച് പറിച്ചെടുക്കാം എന്ന് മീരയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദിയില്ലാത്ത വർത്തമാനം പറയരുത്, ആ പണമില്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ മീര പറയുന്നുണ്ട്. നെല്ലിശ്ശേരിയിലെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടത്തി ആ പണം ചിലവാക്കിയത്, അല്ലാതെ എനിക്ക് വേണ്ടി ചിലവാക്കിയതല്ല. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് ആതിരയും പറയുന്നു. ഇവളോട് ഇത്രയ്ക്ക് അഹങ്കാരം പറയാൻ മാത്രം നീ വളർന്നോ? ഇവൾ നിൻ്റെ ഏട്ടത്തിയാണ്. ഒരെണ്ണം കൈ നീട്ടി അങ്ങ് തന്നാലുണ്ടല്ലോ, നീ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. ഇവളും ഇവളുടെ പണവും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. കയറിപ്പോടി എന്നിപ്പോൾ കമല ആതിരയോട് പറയുകയാണ്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ ആതിര ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. മോളെ, കൈനീട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ പാവത്തിന് കുറച്ച് കഞ്ഞി കൊടുക്കണം. ലാഭവും നഷ്ടവും ഈശ്വരൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ആ ഭിക്ഷക്കാരന് കുറച്ച് കഞ്ഞി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ മീരയും കമലയും കൂടി അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. മീരയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അനഘ പറയുന്നുണ്ട്, എന്തായിട്ടത്തി ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇരുന്നില്ലേ, ഇനി ഒന്നും പറയണ്ട, അയാൾ ഊമയല്ലേ എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ദേ നിൻ്റെ ചേച്ചിയാണ് ഇതിന് കാരണക്കാരി, നീയും മാതിരിയെ പോലെ ആകരുത്, ഇവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് കമല ഇപ്പോൾ മീരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിപ്പോൾ അകത്തേക്ക് പോവുകയാണ്. മോള് വിഷമിക്കണ്ട എന്നിപ്പം അനഘയോട് കമല പറയുന്നു. അങ്ങനെ അയാൾക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഈ സമയം മറ്റൊരാൾ ഇപ്പോൾ അവിടേക്ക് വരുന്നു. ബുള്ളറ്റിലാണ് അയാൾ വന്നിരിക്കുന്നത്. അതിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന ആ ചട്ടിയെല്ലാം ഇപ്പോൾ തല്ലി പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ട് തടയാൻ ചെന്ന കമലയും മറ്റുള്ളവരെയെല്ലാം അയാൾ പിടിച്ചു മാറ്റുകയാണ്. അയാളെല്ലാം തല്ലി തകർക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ കമല ഇപ്പോൾ അയാളുടെ കർണത്തിനൊരെണ്ണം കൊടുക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കമ്പിവടി ഉണ്ടായിരുന്നു. അത് വെച്ച് കമലയെ തല്ലാനൊരുങ്ങുമ്പോൾ കമല പറയുന്നുണ്ട്, തല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ബാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ചുടയ്ക്കുന്നുണ്ട് അയാൾ. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, മൂർത്തിയായിരുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഞങ്ങളുടെ അവസാനത്തെ ആശ്രയവും തകർത്തു കളഞ്ഞില്ലേ? ഇത്രയ്ക്ക് മഹാപാപം എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കമല ഇപ്പോൾ അവിടെ ഇരുന്ന് കരയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഈ സമയം അവന്തിക കാറിൽ അവിടേക്ക് വരുന്നു. നീ ആയിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് കമല അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതേ തള്ളേ, ഞാനാണ് മൂർത്തിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ചതിച്ചും വഞ്ചിച്ചും ഇവർക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് വീണ്ടും നിനക്ക് പ്രതികാരം തീർന്നില്ലല്ലേ?
എൻ്റെ സേതുവേട്ടൻ്റെയും മക്കളുടെയും മരുമക്കളുടെയും ജീവിതം മുഴുവനും നീ തുലച്ചില്ലേ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചു കൂട്ടിയ ഈ കട വരെ നീ തകർത്തു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഇനിയും എന്തിനാ ഇവരുടെ പിന്നാലെ നടന്ന് നീ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നുണ്ട്, വർഷങ്ങൾ കൊണ്ടല്ല, എൻ്റെ പ്രതികാരം നിങ്ങളൊക്കെ ഒടുങ്ങുമ്പോഴേ തീരൂ. ജീവൻ ഒടുങ്ങുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് ഞങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ കാണുകയും ചെയ്യും എന്നൊക്കെ കമലയും പറയുന്നു. ഈ ദൈവമെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കണക്ക് പിള്ളയല്ലല്ലോ. ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാവരുടെയും കണക്കുണ്ട്. നിങ്ങളും ഇവളുമാരും കൂടി ചേർന്ന് എൻ്റെ സ്വന്തം കുഞ്ഞിനെ വരെ എനിക്കെതിരെ തിരിച്ചു. അല്ലെങ്കിലും ഏതൊരു യുദ്ധത്തിലും സ്വന്തം കൂടപ്പിറപ്പ് എപ്പോഴും ശത്രുപക്ഷത്തായിരിക്കും എന്നൊക്കെ അവന്തിക ഇപ്പോൾ പറയുമ്പോൾ ഇത് കേട്ട് അനഘ പറയുന്നുണ്ട്, നന്മയുടെ പക്ഷത്തെ ആളുകൾ നിൽക്കൂ, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ഛീ, നിർത്തടി, നീ ആരാടി? ആരാണെന്നാ നിന്റെ ഭാവം? ഒരു വലിയ ഷെർലക് ഹോംസ് വന്നിരിക്കുന്നു. CID കളിച്ച് നീ എൻ്റെ വീട്ടിൽ വന്ന് നിരങ്ങിയിട്ട് നിനക്ക് എന്താടി കിട്ടിയത് എന്നൊക്കെ ഇപ്പോൾ അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുന്നുണ്ട്, ഓ, അപ്പോൾ വീട്ടിലെന്തോ നിധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, എൻ്റെ വീട്ടിലെ പലതും കാണും, അതൊന്നും ആരും അന്വേഷിക്കേണ്ട. ഇനിയും എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി എനിക്കെതിരെ ചാരപ്പണി നടത്താൻ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ എന്നൊക്കെ ഇപ്പോൾ അവന്തിക അനഘയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നു, അതിനിപ്പോൾ എന്താ, ഗുണ്ടകളെ വിട്ട് ഞങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കുമോ? വലിയൊരു അധോലോക നായിക വന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ഒരേ ചോരയാണ്, ഒരച്ഛൻ്റെ മക്കൾ. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഗുണ്ടയെ വിട്ട് ഒരു കൊച്ചു പഴങ്ങഞ്ഞിക്കട തല്ലിപ്പൊളിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഈ വീരസ്യം പറയുന്നത്, അതുണ്ടല്ലോ, അത് നിങ്ങളുടെ തോൽവിയാണ്. പേടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ പൂട്ടിവെച്ച രഹസ്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടി. കേസ് വിധിയായാൽ സേതുവങ്കളുടെ കയ്യിൽ നിന്നും ചതിയിലൂടെ വാങ്ങിയെടുത്ത സ്വത്ത് തിരിച്ചു തരേണ്ടി വരുമെന്നുള്ള പേടി. ആ പേടി കൊണ്ടാണ് നിങ്ങൾ എവിടുന്നോ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ ഷെർലക് ഹോംസിൻ്റെ വേഷത്തിൽ തന്നെയാണ്. എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ആ കുഞ്ഞിന് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ വലിച്ചു പുറത്തെടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അനഘ ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെ ദേഷ്യം വന്നിട്ട് അവന്തിക ഇപ്പോൾ അനഘയുടെ കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. പണ്ട് എൻ്റെ കൈകൊണ്ട് നിനക്ക് ചോറ് വാരി തന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ എന്നെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചാൽ ഇതേ കൈകൊണ്ട് നിൻ്റെ ബലിച്ചോറ് തീറ്റിക്കാനും ഞാൻ മറക്കില്ല. നിൻ്റെ പ്രാണൻ ഞാനങ്ങ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവന്തിക അനഘയെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അവന്തികയെ പിടിച്ച് മാറ്റുന്നുണ്ട്. നിൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാകരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രാണൻ്റെ ഒരു തരി ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത്. നിൻ്റെ CID പണി ഇവിടെ നിർത്തിക്കോണം. ഇത് പഴയ അവന്തിക അല്ല. ഇനി നീയൊക്കെ എൻ്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ, നിന്നെ ഈ തള്ളയൊക്കെ അടക്കം അകത്തിട്ട് ഈ വാടക വീട് ഞാനങ്ങ് കത്തിക്കും. എൻ്റെ പിന്നാലെ വരുന്നത് മരണത്തിന് പിന്നാലെ വരുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഇപ്പോൾ അവന്തിക പറയുന്നത് കേട്ട് ഇപ്പോൾ ദേഷ്യത്തോടെ കമല പറയുന്നു, കൊല്ലടി, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ കൊല്ലടി. നിൻ്റെ ഈ കൂടപ്പറപ്പിനെയും എന്നെയും ഇവരെയും ഒക്കെ നീ ഇവിടെ വെച്ച് കൊല്ലടി എന്നൊക്കെ ഇപ്പോൾ കമല പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നു, അതിനു മുന്നേ നിങ്ങളൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ഇതുകൊണ്ട് തീർന്നില്ല തള്ളേ. ഇനി മേലിൽ നിങ്ങൾ ഈ പഴങ്ങഞ്ഞിക്കട നടത്തില്ല. ഈ മേശയും കസേരയും കുടയും വടിയുമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലൈസൻസ് തന്ന പഞ്ചായത്തുകാർ തന്നെ അത് കെട്ടിപ്പെറുക്കിക്കൊണ്ട് പോകും. ഇവിടെ കയറിയിറങ്ങി നിരങ്ങും എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പോലീസ് ജീപ്പ് വരുന്നു. കൂടെ ജില്ലാ കളക്ടറുമുണ്ട്. ശാലിനിയാണ് വന്നിരിക്കുന്നത്. ശാലിനി ഇപ്പോൾ വന്നിട്ട് അവന്തികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന്? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? പഴയതുപോലെയാണോ അതോ നീ നന്നായോ എന്നൊക്കെ ഇപ്പോൾ ശാലിനി ചോദിക്കുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, മേഡം എന്നെ പരിഹസിക്കുകയാണോ? അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അല്ല, നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. ഇല്ലാത്ത പുകിലുണ്ടാക്കുകയാണല്ലോ നിന്റെ സ്ഥിരം പരിപാടി. ഇത് കേട്ടിപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം, അപ്പോൾ മേഡം ഇടപെട്ടാൽ മതി. ഇങ്ങനെയൊക്കെ അവന്തിക പറയുന്നത് കേട്ട് ശാലിനി പറയുന്നുണ്ട്, എവിടെ എപ്പോൾ ഇടപെടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയുമ്പോൾ, ആയിക്കോട്ടെ, എന്തായാലും ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, അതെ, ഇവിടെ ഒരു പഴങ്ങഞ്ഞിക്കട നടത്തുന്നത് നിങ്ങളാണോ?
ഇത് കേട്ട് പേടിച്ചിട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് കമല. അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇവിടെ പഴങ്കഞ്ഞിക്കട നടത്തുന്നത് നിങ്ങളാണോ എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കമല പറയുന്നു, അതെ സാർ, ലൈസൻസും പേപ്പറും എല്ലാം ഉണ്ട്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമാണ് എന്നൊക്കെ ഇപ്പോൾ കമല പറയുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് ജില്ലാ കളക്ടർ ശാലിനിയാണ്, മേഡത്തിന് പഴങ്കഞ്ഞി വേണം എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് കമല. മേഡം, പോലീസുകാരെ കണ്ടപ്പോൾ ഇവരാകെ പേടിച്ച് നിൽക്കുകയാണെന്ന് ശാലിനിയോട് ഇപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴിയാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ മീറ്റിംഗ് കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. ഇവരെല്ലാം നേരത്തെ കഴിച്ചു. വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു പഴങ്കഞ്ഞിക്കടയുണ്ടെന്ന് അറിഞ്ഞത്. എനിക്ക് നാടൻ ഭക്ഷണ രീതിയോടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് പഴങ്കഞ്ഞി കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇപ്പോൾ ശാലിനി അവരോട് പറയുന്നുണ്ട്. ഇത് കേട്ട് മീര പറയുന്നുണ്ട്, മേഡം, ഇന്ന് കടയില്ല. ഇല്ലേ, അതെന്തു പറ്റി എന്ന് ശാലിനി ചോദിക്കുന്നു. എന്നാൽ കുറച്ചിരിപ്പുണ്ട്, എല്ലാം തീർന്നു പോയാലോ എന്ന് കരുതി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിപ്പോൾ മീരയും പറയുന്നുണ്ട്. അമ്പടി കള്ളി, നീ കൊള്ളാവല്ലോ. ആ മേഡം, കുറച്ച് ഇരിപ്പുണ്ട്, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ ഇപ്പോൾ ശാലിനിയോട് കമല പറയുന്നു. എങ്കിൽ ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് വന്നോളൂ, അകത്തിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ ശാലിനി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ശാലിനി അകത്തേക്ക് വരുമ്പോൾ സേതുവിൻ്റെ മാലയിട്ട ഫോട്ടോ കാണുന്നുണ്ട്. ഇത് നെല്ലിശ്ശേരിയിലെ സേതുവങ്കളല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അർച്ചനയുടെ ഫോട്ടോയും അവിടെ ഇരിക്കുന്നത് ശാലിനി കാണുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെക്കുറിച്ച് ഓർക്കുകയാണ് ശാലിനി, പിന്നെ ആ പണ്ടത്തെ ആ ദിവസങ്ങളെക്കുറിച്ചും. സേതുവങ്കലിനെ മേഡത്തിന് എങ്ങനെ അറിയാം എന്ന് മീര ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, സേതുവങ്കലിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, അർച്ചന എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. ഇത് കേട്ട് വളരെയധികം വിഷമത്തോടെ കമല നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന്. എന്തിനാ അമ്മ കരയുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ശാലിനി വീണ്ടും വീണ്ടും തിരക്കുന്നു. ഇത് അർച്ചനയുടെ അമ്മയാണ്, ഞാൻ അനിയത്തി എന്ന് ആതിര പറഞ്ഞു കൊടുക്കുന്നു. അർച്ചന എവിടെയാ എന്ന് ശാലിനി ഇപ്പോൾ കമലയോട് ചോദിക്കുന്നുണ്ട്. എന്താ ഉണ്ടായത്, എല്ലാവരും എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നും ശാലിനി ചോദിക്കുന്നുണ്ട്. അത് വലിയൊരു കഥയാണ്, വർഷങ്ങൾ ഒരുപാടായി എൻ്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും കാണാതായിട്ട് എന്നൊക്കെ കമല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ ശാലിനി ചോദിക്കുന്നുണ്ട്, കാണാതായിട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കമല ഇപ്പോൾ ശാലിനിയോട് പറയുന്നുണ്ട്. അർച്ചന വീട് വിട്ടിറങ്ങിയ കാര്യങ്ങളും സേതുമാധവൻ മരിച്ച കാര്യവും സച്ചി അതിൻ്റെ പിറകെ നടക്കുന്നതും അങ്ങനെ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ശാലിനി അറിയിക്കുകയാണ്. അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം എന്നൊക്കെ മീര പറയുമ്പോൾ ഇപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഒരു നിമിത്തമായി. സംസാരിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ തന്നെ മേഡത്തിന് പഴങ്കഞ്ഞി എടുക്കാം എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ അവിടേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാലിനി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.